ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളൊരു ചെറിയൊരു വ്ളോഗ് എടുക്കുവാണ്. നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെയാണ്. കാരണം അനുവേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ മറ്റന്നാൾ മിക്കവാറും വരാൻ സാധ്യതയുണ്ട് നാട്ടിൽ നിന്ന്. സോ അതിൻ്റെ നമ്മൾ ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടി നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് വഴിയെ പോകുന്നത് കാണാം. നമുക്ക് ഓരോന്നേരത്തൊക്കെ നിർത്തി ഓരോന്നൊക്കെ ഷോപ്പ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഞാൻ കുറേ നാളായി ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പം വിചാരിച്ചു ഓക്കെ ചുമ്മാ ഒരു വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം ഇത് വളരെ വലിയൊരു ലേറ്റ് വ്ളോഗാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വ്ളോഗ് ഞാനിപ്പം എടുത്തിട്ട് ഇപ്പം ഏകദേശം 1 മാസത്തോളം ആയെന്ന് തോന്നുന്നു. കുറച്ച് വൈകിപ്പോയി ഇത് ഞാൻ ഇടാൻ വേണ്ടി. ഇവിടെ ഭയങ്കര ചൂടാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയും നല്ല തണുപ്പുമല്ലേ. ഇവിടെ ആകെ ഒരു 2-3 ദിവസം മഴ പെയ്തിട്ട് ഇപ്പം ഭയങ്കര ചൂടായി. ഇപ്പം ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂട്. ആക്ച്വലി ഏട്ടൻ്റെ അമ്മയച്ഛനും എൻ്റെ അമ്മയച്ഛനും എല്ലാവരും എൻ്റെ വീട്ടിൽ ചെന്നൈയിൽ വന്നായിരുന്നു. കാരണം മോളെ തിരുപ്പതി കൊണ്ടുവന്നായിരുന്നു മുട്ടയടിക്കാൻ നമ്മൾ നേർച്ച ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയായിരുന്നു വന്നത്. പക്ഷേ കുറേ ബിസി കാരണം എനിക്ക് ആ വ്ളോഗൊന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റിയില്ല. അനുവേട്ടൻ്റെ അമ്മയച്ഛനും വന്നിട്ട് തിരിച്ച് പോയി. എൻ്റെ അമ്മയച്ഛനും അനിയനും ഇവിടെ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ പയ്യെ തിരുപ്പതി പോയ വ്ളോഗൊക്കെ ഞാൻ എൻ്റെ ഉടനെ ഞാൻ ഇടുന്നതായിരിക്കും. പയ്യെ ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞത്. ആർക്കും കൺഫ്യൂഷൻ വരരുതല്ലോ, അതുകൊണ്ട്. ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. തിരക്കിൻ്റെ തിരക്ക്. കാർ പാർക്കിങ്ങിന് പോലും മിക്കവാറും ഇത് കിട്ടത്തില്ല. വൈകുന്നേരം ഒന്നും നമുക്ക് അടുക്കാനേ പറ്റത്തില്ല. നാളെ അറിയാവോ? വീട്ടിലെ കുറേ സാധനങ്ങളൊക്കെ ഒരുമിച്ച് പർച്ചേസിന് വരുവാണെങ്കിൽ നമ്മൾ സർവണ സ്റ്റോഴ്സിലാണ് വരുന്നത്. കാരണം ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വരും. അപ്പം നമുക്ക് ചിലപ്പോൾ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ വന്ന് പർച്ചേസ് ചെയ്യും. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഒരു കുടക്കീഴിൽ എല്ലാം കിട്ടും. നമുക്ക് A to Z വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പം നമ്മൾ കൂടുതലും നമ്മൾ സൂപ്പർ മാർക്കറ്റാണ് പോകാറുള്ളത് എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ. പിന്നെ മീൻസ് എന്താ, വീട്ടിലെ പ്രൊവിഷൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് കൂടുതലും നമ്മളിവിടെ പോകുന്നത്. ചിലപ്പോൾ നല്ല ഓഫേഴ്സിലൊക്കെ വീട്ടേക്കും. അപ്പം നമുക്ക് മേടിക്കാൻ പറ്റുള്ള കടകളിൽ നിന്ന് കുറേ വില കുറച്ച് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ തന്നെ. ഇത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് ഇത്. അപ്പോൾ കയറുന്ന വഴിക്ക് ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടൊക്കെ കയറി. ഡ്രസ്സിൻ്റെയും അതും ഇതുമൊക്കെ. പിന്നെ ഈ ചെറിയ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ വൈഷുവിന് വേണ്ടിയുള്ള ഓരോ ചെറിയ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കുന്നതാണ് ഏറ്റവും വലിയത്. എടുത്തതൊന്നുമില്ല, വെറുതെ ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ. എന്തോ വീട്ടിലിടാൻ വേണ്ടി കുറച്ച് ഡ്രസ്സേഴ്സ് എടുത്ത്. അല്ലാതെ വലിയ പർച്ചേസുകൾ നടത്തിയില്ല. സൂപ്പർ മാർക്കറ്റിൽ കയറാനുള്ള ടൈമും കിട്ടിയില്ല. ഇവിടേക്ക് ഇങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ കയറാനുള്ള സമയം കിട്ടത്തില്ല. അങ്ങനെ അന്നൊന്നും പർച്ചേസ് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് വെച്ചാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഞാൻ ഡോറ് തുറന്നിട്ടിട്ടാണ് അവർക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്നത്. അതുകൊണ്ട് ഭയങ്കര വണ്ടികളുടെ സൗണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ അവിടെ കാർഡ് പേയ്മെൻറ്റ് നടക്കത്തില്ല, ക്യാഷ് പേയ്മെൻറ്റേ നടക്കത്തുള്ളൂ. കാരണം അവിടെ കാർഡിന് എന്തൊക്കെയോ
എന്തോ പ്രശ്നം പറ്റിയോണ്ട് ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ അവിടെ മേടിക്കുന്നുണ്ടായതുകൊണ്ട് ഞാൻ താഴെ, ഞാനും മോളും കൂടെ താഴെ വന്ന് അവൾക്ക് കൂരവ് എന്തോ കലക്കിയത് എന്തോ ഉണ്ടായിരുന്നു, അത് കൊടുത്തതിന് ശേഷം മേളിൽ പോയി കാർഡ് പേയ്മെൻറ്റ് നടത്തി. പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് ഞാനും ഏട്ടനും ഞങ്ങൾ താഴെ വന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവുമായിരുന്നു ചെയ്തത് കേട്ടോ. അപ്പം ഇവിടെ വന്നിട്ട് അവൾക്ക് എനിക്ക് തോന്നി ധാന്യപ്പൊടി എന്തോ ആണ് കുറുക്കിയതാണ് കൊടുക്കുന്നത് അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ താഴോട്ട് വരികയായിരുന്നു ചെയ്തത്. നമ്മളിത് എങ്ങോട്ട് പോവുക വൈഷു? ഇത് എൻ്റെ അച്ഛൻ എവിടെ നിൽക്കുക? ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊന്നും കയറില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പം നടക്കത്തില്ല ഇന്ന്. തിരിച്ച് എന്തെങ്കിലും ഫുഡ് കഴിച്ചോളാൻ വയ്യ, വിശന്നിട്ട് വയ്യ. അപ്പോൾ നമ്മളങ്ങോട്ട് പോയി. ഇനി ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോകാം. ഇങ്ങനെ വിശപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ ക്രസൻറ്റ് എന്ന് പറഞ്ഞ അണ്ണാ നഗറിലൊരു ഹോട്ടലിൽ വന്ന്, റെസ്റ്റോറൻറ്റിൽ വന്ന്, അവിടെ നിന്ന് എന്താണിത്, സ്വീറ്റ് കേക്കാന്ന് തോന്നുന്നത്, ബനാന കേക്കും ഒരു കട്ട്ലറ്റും മേടിച്ച് കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഫിഷ് ബിരിയാണി കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഫിഷ് ബിരിയാണി കഴിച്ചു. നമ്മളൊരു കേരള സ്റ്റൈല് ഹോട്ടലായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, നല്ല ഫിഷ് ബിരിയാണിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിയും ചിക്കൻ കുറുമയോ അങ്ങനെ എന്തോ മേടിച്ചും കഴിച്ചു. അങ്ങനെ മോക്കും കൊടുത്തു, ഞങ്ങളെല്ലാവരും കഴിച്ചു, തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.